വൻപയർ മെഴുക്ക് പുരട്ടി. നിങ്ങൾ വൻപയർ എല്ലാവരും തോരൻ വെച്ച് കൂടിയിട്ടുണ്ട്, മെഴുക്ക് പുരട്ടി വെച്ച് അതെല്ലാം കൂടിയിട്ടുണ്ടോ? ഞാൻ എന്നാൽ ഈസിയായിട്ട് തേങ്ങ ഇല്ലാതെ മെഴുക്ക് പുരട്ടി വെക്കുന്നതാണ് കാണിച്ചത്. ഇത് ഞാൻ ഇപ്പോൾ അരമണിക്കൂർ ആയാലും ഊത്ത് വെച്ചിട്ട് 3-4 മണിക്കൂർ ഊത്ത് വെക്കാൻ നല്ലതാണ്. ഞാനിതിപ്പം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 6 സീറ്റ് അടിക്കുന്നത്. നല്ല വേഗമുണ്ട് പയറിന്. ഇത് വേവിച്ച് എടുക്കാൻ പോവുകയാണ്. കുക്കറിലോട്ട് ഇട്ട് ഇത് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി ചേരുവകൾ ഞാൻ കാണിക്കാം. നമ്മുടെ വൻപയർ അടുപ്പ് വെച്ച് നമ്മൾ കുക്കറിൽ വിസിൽ കേൾക്കാൻ വേണ്ടി അതിന് വേണ്ടുന്ന ചേരുവകൾ ഞാൻ 12 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, 3 ചുമന്ന മുളക് ഉണങ്ങിയത്, 10-12 വെളുത്തുള്ളി, കറിവേപ്പില, കുരുമുളകാണ് ഇതിൻ്റെ കൂടുതലായിട്ട് വേണ്ടത്. അത് പൊടിയായതുകൊണ്ട് ഞാൻ ഇതിനോട് അരയ്ക്കുന്നില്ല. ഒന്നായിട്ടുള്ള കുരുമുളകാണെങ്കിൽ നിങ്ങൾ ചതയ്ക്കണം മിക്സിയിലിട്ട്. ഞാനിപ്പോൾ ഈ ചുവന്നുള്ളിയും ഈ മുളകും വെളുത്തുള്ളിയും കൂടെ ചതയ്ക്കുവാണ്. കുരുമുളക് പൊടിയായതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് ഇടത്തേ കൊടുക്കും. ഞാൻ ചതച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ കാണിക്കും. നമ്മുടെ വൻപയർ മെഴുക്ക് പുരട്ടിക്ക് വൻപയർ വെന്ത് കിടക്കുവാണ്. അത് നമുക്ക് ഇവിടെ വെന്ത് കിടക്കുന്നു. ഇങ്ങനെ ചതച്ചുകൊണ്ട് വന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, ചുവന്ന മുളക് നമുക്കിനി അത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് മൂപ്പിച്ചെടുക്കാം. അതിനെ അല്പം കടുക് ഇട്ടു. എണ്ണ ചൂടായി കിടക്കുവാണ്. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ കടുക് പൊട്ടി. അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഈ ഉള്ളിയും മുളകും എല്ലാം കൂടെ ഇടുന്നു. അതിനുശേഷം തീയൊന്ന് കുറച്ചിട്ട് കുരുമുളകിന് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയുണ്ട്. കുരുമുളകാണ് ഇതിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത്. കറിവേപ്പില ഞാൻ ഇട്ടു. 1 മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഇത് ഉപ്പ് ചേർക്കണം ആവശ്യാനുസരണം. നമുക്കിനി വെന്ത് കിടക്കുന്ന പയർ, ഇതിനകത്ത് അല്പം പോലും വെള്ളമില്ല. അതോ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ അത് ഊറ്റിക്കളഞ്ഞിട്ട് പയറിനകത്തോട്ട് ഇടണം. പാനിനകത്തോട്ടിട്ട് നമ്മൾ പാനിനകത്തോട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് മുപ്പിച്ചെടുക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കണം. നിങ്ങൾക്ക് മുളക് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇടുന്നത്, കൂടുതലും കുറവും. ഞാൻ പിടിയ മുളക് 3 എണ്ണം ഇട്ടുള്ളൂ. കുരുമുളകാണ് മുന്നിൽ നിൽക്കുന്നത്. ചൂട് ചോറിൻ്റെ കൂടും നല്ല തൈരും കൂട്ടി ഉണ്ണാനും കഞ്ഞിക്കും ഏറ്റവും നല്ലതാണ് പയർ. തേങ്ങയുടെ ആവശ്യമില്ല. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ കിടന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മുടെ വൻപയർ മെഴുക്ക് പുരട്ടി റെഡിയായി. എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായ ഒരു മെഴുക്ക് പുരട്ടിയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നമുക്കിതൊരു പാത്രത്തിലോട്ട് പകരാം. അങ്ങനെ നമ്മുടെ വൻപയർ മെഴുക്ക് പുരട്ടി റെഡിയായി. നല്ല കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ എല്ലാം മണം വരുന്നു. ഇത് കഴിച്ച് നോക്കണം. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതിനെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.